പതനത്തിലൊരു തരി വെളിച്ചം പതനത്തിലും പരത്തിലൊറ്റിയ ചരിത്രം ഇവിടാരാണ്ട് തണ്ടയ്ക്കു പ്രാതന്ന് കേട്ടങ്ങൾ വാളടുക്കിയ ചുമ വീൺ വിളക്കില്ല പോലെ. മലയാളിക്ക് എന്താടാ, എനിക്കിതെന്ത് പറ്റിയെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇന്ന് ഞാൻ കുറച്ചധികം സന്തോഷത്തിലാണ് കേട്ടോ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും പുതിയ വീട്ടിലൊക്കെ അല്ലേ, ഒന്ന് രാവിലെ ഉറക്കമടിച്ച് ഫ്രഷായി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് റെഡി ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് യൂട്യൂബിൽ കുറച്ചധികം വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് റെഡിയാവുന്നത്. എന്തിൻ്റെ കേടായിരുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മര്യാദയ്ക്കുള്ള മുഖം വെച്ചിട്ട് ചില സമയത്ത് ഞാൻ ഇങ്ങനെയാണ്, എന്നെ തന്നെ വല്ലാണ്ട് അങ്ങ് കുറ്റപ്പെടുത്തും. പക്ഷെ റെഡിയായി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് എന്നെ ഇഷ്ടം. നമുക്ക് പോയി അടുക്കി പറക്കാം. യെസ്, അടുക്കി പറക്കാം. ഇന്ന് നമുക്ക് കുറച്ചധികം ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. പുതിയ വീട്ടിലേക്ക് മാറുന്നതിന് മുന്നിലേ തന്നെ വീട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ ടിമ്മുന്നും ആമസോണിൽ നിന്നും ഈബേ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. 100-ൽ 10% സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ആ സാധനങ്ങൾ അൺബോക്സ് ചെയ്ത് എടുത്ത് വെക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഡെക്കോറിനും ഓർഗനൈസേഷനും വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ യൂസ്ഫുൾ ആവുന്നത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. ആണ് ഞാൻ ബെഡ്റൂമിൻ്റെയും ഡ്രസ് സെക്ഷനും തൊടുന്നത്. തൊട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല. ഞാൻ ആവശ്യത്തിലേറെ സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടും മടിയില്ലാണ്ട് എല്ലാ ഡ്രസ്സും ഹാങ് ചെയ്യാൻ തുടങ്ങി. അവസാനം ഹാങ്ങർ വരെ തീർന്നു. കുറച്ച് കഴിഞ്ഞപ്പം നന്നായിട്ട് വിശന്നു. തലേ ദിവസം ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രെഡ് പോലത്തെ സംഭവം. സ്റ്റിൽ ഐ ഡോണ്ട് നോ ദ നെയിം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണേ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ ദോശ പോലെയൊക്കെ ഉണ്ടാവും. ഇതും ചിക്കൻ കറിയാണ് ഞാൻ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും നമ്മുടെ പണിപ്പുരയിലേക്ക് കടന്നു. ടിമൂന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം വീണ്ടും ഡ്രസ് സെക്ഷനിലേക്ക് കാണും. ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോന്നോരോന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ സ്ഥലം തന്നെ ഉണ്ടായിരുന്നു. സ്കേർട്ട് എല്ലാം ഒരു സ്ഥലത്ത്, ടോപ്സ് എല്ലാം ഒരു സ്ഥലത്ത്, സാരി, ജീൻസ്, ടോപ്പ്, അങ്ങനെ തുടങ്ങിയ ഓരോന്നോരോന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് റൂം ടൂർ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഡ്രസ്സിൻ്റെ ഒരു കിടിലൻ വീഡിയോ ഞാൻ എൻ്റെ സബ്സ്ക്രിപ്ഷൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് കണ്ടു നോക്കുകയാണെ. ആ ഹോളിൽ ഉണ്ടായിരുന്ന പകുതി ബിൻ ബാഗ് കഴിഞ്ഞു. അപ്പം തന്നെ മനസ്സിനൊരു സമാധാനമായി. എല്ലാം പകുതി കൂടുതൽ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അത് 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ തീർക്കും. ഇനി നമുക്ക് കുളിച്ചിട്ട് ഒരു സിനിമയ്ക്ക് പോവാം. രാവിലെ 8 മണിക്ക് തുടങ്ങിയ പണിയാണ്, ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് കഴിയുന്നത്. പിന്നെ കുറേ റിവ്യൂ കേട്ട് സർവ്വമയം സിനിമ കാണാൻ പോകാമെന്ന് തീരുമാനിച്ചു. മാങ്ങ, മുളക്, ഉപ്പ്, കുറേ വീഡിയോസൊക്കെ കണ്ട് കൊതി തോന്നി ഉണ്ടാക്കി നോക്കിയതാണ്. ഭയങ്കര എമ്മിയായിരുന്നു കേട്ടോ. അങ്ങനെ പോയി കുളിച്ചിട്ട് വന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നേരെ തിയേറ്ററിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ കുറേ നാളിന് ശേഷമാണ് ഞാൻ തിയേറ്ററിൽ പോയിട്ട് വീണ്ടും ഒരു സിനിമ കാണുന്നത്. പോപ്കോണും ടാക്കോസും ഡ്രിങ്ക്സൊക്കെ പറഞ്ഞിട്ട് എല്ലാം മേടിച്ച് ചില്ല് ചെയ്തു. ഇതേ എൻ്റെ പുതിയ ഷൂസ് എങ്ങനെയുണ്ട് ജോർദാൻ, അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയും വീട്ടിൽ ചെന്നിട്ട് കുറേ പണി പെൻഡിങ് ഉണ്ട്. ഇത് കൂടാതെ നാളെ നമുക്കൊരു ശങ്കൻ ഡിസൈൻ്റെ അപ്പോയിൻമെൻറ്റും ഉണ്ട്. കൂടാതെ നാളെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നാളെ കാണാം. ശരി, ബായ്.